इतना अच्छा लग रहा है। ये है ना देसी मुर्गा सुक्का बना के रखा है। ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വരേ കൊണ്ടുവരേ. കൊണ്ടുവരേ, സാധനം നോക്കട്ടെ, കൊള്ളാമോ എന്നൊക്കെ. തനി നാടൻ. അതെ, പുതിയ ഐറ്റംസ് ഉണ്ടാക്കണമെന്ന്. അതെ, കൊണ്ടുവരണ. അടിപൊളി. അപ്പോൾ ഇന്നും രണ്ട് നല്ല അടിപൊളി ചാവക്കോഴിയായിട്ടാണ് നമ്മളെ സോമേണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടൊരു എന്താ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കണം. ഒരു ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ചുക്ക, അതും തനി നാടൻ ചിക്കൻ ചുക്ക, തനി നാടൻ കോഴിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല തനി നാടൻ കോഴി കൊണ്ട് നല്ല നാടൻ ചിക്കൻ ചുക്കയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ രുചി വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഈ കോഴിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ട് നാടൻ കോഴിക്കുട്ടന്മാരെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചൂട് വെള്ളത്തിലൊക്കെ മുക്കിയതിൻ്റെ പപ്പും പൂടയും എല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഇനിയുണ്ട്. അപ്പോൾ അതുപോലെ കുറച്ച് തീയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ക്ലീനായിട്ട് കിട്ടും. നമ്മൾ മുൻപൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കാരണം എന്ന് പറയുമ്പോൾ നമ്മളിൻ്റെ സ്കിന്ന് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് നാടൻ കോഴിയുടെ തൊലി കൂടെ നമ്മൾ ഇതിൽ ചേർക്കുന്നതാണ്. അപ്പോൾ കാര്യം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന കോഴി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ ഓവർ പീസുകൾ, മീഡിയം പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്ത കോഴി നമുക്കൊരു 3-4 വെള്ളം കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് അടുപ്പെല്ലാം കത്തിച്ച് റെഡിയാക്കി എടുക്കാം. തീയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഒരു പാത്രം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ നമ്മളതിൽ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കാം. നമ്മൾ അല്പം വെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും ഒരു 8 പച്ചമുളക് കീറിയതുമുണ്ട്. അപ്പോൾ സവാള നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമായ സവാളയൊന്നും വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരുപാട് ഗ്രേവി ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ സവാള കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ എണ്ണ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴി നെയ്യാണ്. നമ്മളെടുത്ത 2 കോഴിക്കുട്ടന്മാരുടെയും നെയ്യാണിത്. ആ നെയ്യാണ് ചേർത്തെടുക്കുന്നത്. നമ്മുടെ എണ്ണയ്ക്ക് പകരം ഇത് ഉരുകി റെഡിയാകും. നാടൻ കോഴിക്ക് അതാണ് പ്രത്യേകത. നമ്മളല്ലേ അത് കറിയിൽ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ പീസ് വെട്ടി ചേർക്കുമ്പോൾ ആ നെയ്യ് ഉരുകി അതിലേക്ക് ചേരുകയാണ്. അതാണ് ഈ നാടൻ കോഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അല്പം വെളിച്ചെണ്ണ മാത്രം ആദ്യം ഒഴിച്ചെടുത്തത്. ഇപ്പോൾ നല്ലതുപോലെ കണ്ടില്ലേ, അത് ഉരുകി എണ്ണയായി മാറിയിട്ടുണ്ട്. അതിലാണ് നമ്മുടെ സവാള എല്ലാം വഴണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് സവാള. അതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ചേർത്ത് നല്ലതുപോലെ ആ മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളം തുറന്നിരുന്ന ചിക്കൻ നമ്മളിതിലേക്കിട്ട് കുറച്ച് നാടൻ കറിവേപ്പില അതുകൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ആ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടിയും സവാളയുടെ വഴണ്ടതും എല്ലാം കൂടി ചിക്കനും ഒക്കെ ആയിട്ട് നല്ലതുപോലെ യോജിച്ച് റെഡിയാവണം. അതിനുശേഷം നമുക്കിതിനെ നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം ഉപയോഗിക്കണം. നാടൻ ചിക്കൻ ആകുമ്പോഴത്തേക്ക് നല്ല വേവുള്ളതാണ്. സമയം കൊണ്ടത്തെ വേവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 75% വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട ഈ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അത് മാത്രമാണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ കുരുമുളക് പൊടിയാണ് പിന്നീട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുളക് പൊടി നമ്മൾ കുറച്ച് ചേർക്കുന്നത്. ചേർത്ത് നമുക്ക് കുറച്ച് സമയം കൂടി അത് വേവാൻ വെച്ച് കൊടുക്കാം. വെന്ത് വറ്റി ഒക്കെ വന്ന് തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടിയാണ്. മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇതിൽ ചേർത്താണ്. അത് മല്ലിയും പെരിഞ്ചീരകവും
ഇതുപോലെ തന്നെ കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും തക്കോലും എല്ലാം കൂടെ നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. അന്നേരം മല്ലി നമ്മൾ ആദ്യമേ ഇട്ട് ഒന്ന് ഏകദേശം ഒന്ന് വറുത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മസാലകളൂടെ ചേർത്ത് അതിനുശേഷം പൊടിച്ചെടുത്തതാണ് നമ്മളിതിലേക്ക് ചേർത്ത് ഇനി ഇത് നമ്മൾ ഡ്രൈ ആയി വരണം. ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 3-4 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് നിങ്ങൾ എത്രത്തോളം കുരുമുളക് പൊടി ഇഷ്ടപ്പെടുന്നോ അത് ചേർക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്തതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളത് വറ്റി ഡ്രൈ ആയി വരണം. അടിയിലേക്ക് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നമുക്ക് ഡ്രൈ ആയി കിട്ടും സാധനം. അപ്പോൾ ചിക്കൻ സുക്ക എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ഐറ്റമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില ഉണ്ട്. ആ മല്ലിയില കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തനി നാടൻ കോഴിയിൽ ഉണ്ടാക്കിയ തനി നാടൻ മസാലകൾ ചേർത്തുണ്ടാക്കിയ നാടൻ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ പരുവം നമുക്ക് നോക്കണ്ടേ. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ചുക്ക അതും തനി നാടൻ കോഴിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. നാടൻ രീതിയിൽ നാടൻ മസാലകൾ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടല്ലേ, ചിക്കൻ ചുക്ക. അപ്പോൾ നമുക്കിതിന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ കഴിച്ചു നോക്കാം. കഴിക്കാനായിട്ട് പൊറോട്ട ഉണ്ട്. അപ്പോൾ ആദ്യലക്ഷ്മിക്ക് ഞാൻ കൊടുക്കാം. ഇനി മുതിർന്നവരാണ് കഴിക്കാനുള്ളത്. കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ മുതിർന്നവരാണ്. നമ്മളെല്ലാം മിഡിൽ ക്ലാസ് ആണ്. കഴിച്ചോളൂ കഴിച്ചു. ഓക്കെ, കഴിച്ചോ. അബി ഇതുവരെ കഴിച്ചില്ല. നിങ്ങൾ ഈ ചിക്കൻ ചുക്ക കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രായമായതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വിഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഓരോ ദിവസങ്ങളിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഭവം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടെ കഴിക്കാൻ പോവുകയാണ്. നമ്മളുടെ സുഹൃത്തുക്കൂടെ വരുന്നുണ്ട്. ആ സുഹൃത്തുക്കൂടെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ചങ്ങാതി ഇവിടെ വന്നിട്ടുണ്ട്. ഷമീർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷമീറിനെ കൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സോമണ്ണൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിച്ചിരിക്കുകയാണ്. സ്വല്പം ലേറ്റായിപ്പോയി. കഴിച്ചിട്ട് വേണം അഭിപ്രായങ്ങളൊക്കെ അറിയാനായിട്ട്. പൊറോട്ട നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ടൈമൊക്കെ ഒരുപാട് അങ്ങ് കഴിഞ്ഞു പോയി തന്നെ. എന്നാലും കഴിച്ചു നോക്ക്. ചിക്കൻ ചുക്ക നമ്മുടെ തനി നാടൻ സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, പുള്ളി മിലിറ്ററിയിലാണ്. നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ഒരുപാട് പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ തുടങ്ങുന്ന സമയത്ത് സബ്സ്ക്രൈബറൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരുപാട് അവിടെ ക്യാമ്പിലൊക്കെ ഒരുപാട് പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ ഈ അഭിപ്രായം എല്ലാം അവർക്കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദിയിൽ കൂടെയൊക്കെ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താലേ. बिल्कुल ओके. इतना टेस्टी है, आप लोग खा के देखेगा ना, इतना अच्छा लग रहा है. ये है ना देसी मुर्गा सुक्का बना के रखा है. मतलब पेपर डाल के बढ़िया बना के रखा है. आप लोग, मैं अभी कैंप में आएगा तो इसका ये कैसे बनाना है सब कुछ बताऊँगा. ठीक है, मैं इसको पूछ के कि इसका तरीका क्या है ऐसे बताऊँगा. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം മനസ്സിലായി കാണും ഉത്തരേന്ത്യക്കാർക്കുള്ളത് അല്ലേ. എന്നാലും അവരെയും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് നന്നായി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ വീണ്ടും വരാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ ലീവ് ഉണ്ട്. അത് കഴിയുന്നവരെ നമുക്ക് വീണ്ടും വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ഇനിയും നമുക്ക് കാണാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. അപ്പോൾ അവർ ടേസ്റ്റാണ്.